ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നും പുറത്തുവിടില്ല. റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്ന ഹർജിയുമായി നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. വിവരങ്ങൾ രാഹുൽ ജി നാഥ് നൽകും. രാഹുൽ, നമസ്കാരം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ കാലമായി എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്, എന്തുകൊണ്ട് ഇത് പുറത്തു വിടുന്നില്ല എന്നത്. പക്ഷേ ഇപ്പോഴും അത് പുറത്തു വിടാതിരിക്കാൻ പല ഹർജികൾ ഓരോരുത്തരായി കൊടുത്തിരിക്കുന്നു. എന്ത് കാരണം പറഞ്ഞാണ് ഇപ്പോൾ ഈ ഹർജി കൊടുത്തിരിക്കുന്നത് നടി രഞ്ജിനി? മോദി തീർച്ചയായും ഒരു അനിശ്ചിതത്വം വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിരിക്കുകയാണ്. ഇത് തന്നെയാണ് കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടത്. ഈ ഹർജികൾ വരുന്നു, അത് കൃത്യമായി ഹർജികളെല്ലാം സൂചിപ്പിക്കുന്നത് സ്വകാര്യത, അത് ആരോപണ വിധേയരും മൊഴി നൽകിയവർക്കും അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടോ എന്നുള്ള സംശയമാണ് ആദ്യഘട്ടം മുതൽ എല്ലാവരും ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാതാവായ സജിമോൻ പാറയിൽ ഒരു ഹർജി നൽകിയത്. ആ ഹർജി ഹൈക്കോടതി തള്ളിക്കൊണ്ട് ഇത് പുറത്തുവിടാം, ആ പുറത്തുവിടേണ്ട ദിവസം ഇന്നായിരുന്നു. അപ്പോഴാണ് നടി രഞ്ജിനി ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഒരു ഹർജി നൽകിയത്. കോടതിയിൽ ഹർജി നൽകുമ്പോൾ രഞ്ജിനി ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രഞ്ജിനി ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിരുന്നു. എന്നാൽ ആ മൊഴി എത്തരത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് രഞ്ജിനിക്ക് ഒരു അറിവുമില്ല. അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൊഴി എത്തരത്തിലാകുമെന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് ആദ്യം ആ മൊഴി എത്തരത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് തനിക്ക് അറിയണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. രഞ്ജിനി ഹർജി നൽകിയതിനു ശേഷം സർക്കാരിന് ഇക്കാര്യം അറിയിച്ചിരുന്നു. തിങ്കളാഴ്ചയാണ് ഈ ഹർജി പരിഗണിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പുറത്തുവിടുന്നില്ല. ഈ ഹർജി പരിഗണിച്ച ശേഷം, അതിൻ്റെ നിയമവശങ്ങൾ പഠിച്ച ശേഷം, അതായത് ഹർജി എത്തരത്തിലാണ് കോടതി പരിഗണിക്കുന്നത്, പരിഗണിച്ച ശേഷം കോടതി എന്തു പറയുന്നു എന്നുള്ളത് നോക്കിയ ശേഷം മാത്രമാകും റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ള തീരുമാനമാണ് നിലവിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും 2019 അന്തിമ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിക്കുന്ന ശേഷം ഈ റിപ്പോർട്ട് പഠിക്കാനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. എന്തായാലും മോദി സൂചിപ്പിച്ച ഒരു വലിയ അനിശ്ചിതത്വമാണ് കുറേ കാലമായി ഉണ്ടാകുന്നത്. വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഈ റിപ്പോർട്ട് പുറത്തു വരണം, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ പ്രസക്തി ഇല്ലാതാകും തുടങ്ങിയ പല കോണുകളിൽ നിന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ നിയമവ്യവഹാരത്തിൽ കുരുങ്ങി ഇത്തരത്തിൽ ഹർജികൾ നൽകിയതിൻ്റെ പേരിൽ ഇത് വൈകുന്നത്. എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി നടി രഞ്ജിനി നൽകിയ ഹർജി പരിഗണിക്കും. അതിൽ എന്ത് തീരുമാനം വരുന്നു അത് പരിശോധിച്ച ശേഷമായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുക. രാഹുൽ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. അതും വ്യക്തിപരമായ വിവരങ്ങൾ ഒഴിവാക്കി, വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തുവിടാത്ത രീതിയിലായിരിക്കണം റിപ്പോർട്ട് പുറത്തുവിടേണ്ടത്, നിർദ്ദേശിക്കപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംശയം ഉടലെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം വ്യക്തിപരമായ തീരുമാനങ്ങൾ പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ മൊഴി രേഖപ്പെടുത്തിയതിൽ ഒരു സംശയം ഈ അന്തിമഘട്ടത്തിൽ ഉടലെടുക്കുക എന്ന് പറയുന്നത് വളരെ സംശയകരം തന്നെയല്ലേ രാഹുൽ? മോദി തീർച്ചയായും ആദ്യഘട്ടത്തിൽ വിവരാവകാശ കമ്മീഷൻ ഇത്തരത്തിലൊരു ആശങ്ക സർക്കാരിനോട് പറഞ്ഞപ്പോൾ 65 പേജ് റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കി. അതായത് ആരോപണ വിധേയരും ഒപ്പം മൊഴി നൽകിയവരുമായി ബന്ധപ്പെട്ട വ്യക്തിഗത വിവരങ്ങൾ, അതായത് അവരെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അത്തരത്തിലാണ് 65 പേജോളം ഈ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കുന്നത്. അത്തരത്തിൽ ആ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പറഞ്ഞപ്പോഴാണ് ഈ ആദ്യഘട്ടത്തിൽ ഹർജി വരുന്നത് സജിമോൻ പാറയിൽ നൽകുന്നുണ്ട്. അപ്പോൾ എതിർകക്ഷി അതായത് വിവരാവകാശ കമ്മീഷൻ ചോദിക്കുന്നത്, പുറത്തു വരാത്ത റിപ്പോർട്ടിൽ എങ്ങനെയാണ് സ്വകാര്യ വിവരങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക എന്ന് തിരിച്ചും അവർ അത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും 65 പേജ് ഒഴിവാക്കി എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു ഹർജി വരുമ്പോൾ മോദി സൂചിപ്പിച്ചതുപോലെ ഇത് വെളിച്ചം കാണാതിരിക്കാൻ കുറേ പേർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു ആശയവും അല്ലെങ്കിൽ അത്തരത്തിൽ ലക്ഷ്യവുമായിട്ടാണോ ഇത്തരം ഹർജികൾ പോകുന്നത് എന്നുള്ള വലിയ വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയാത്ത വിമർശനങ്ങളാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൊഴി നൽകിയതിൽ 65 പേജ് ഒഴിവാക്കിയെന്ന് പറയുമ്പോഴും രഞ്ജിനി പറയുന്നത്, ഞാൻ മൊഴി നൽകിയ ആ വരികൾ എങ്ങനെയാണ് അത് പ്രസ്താവനകളായി റിപ്പോർട്ടിലുള്ളത് എന്ന് അറിയണമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ ആശങ്ക ആദ്യം മുതലേ ഉള്ളതാണ്. അങ്ങനെ 65 പേജ് ഒഴിവാക്കി ഇത് പുറത്ത് വിടുന്നു എന്ന് പറഞ്ഞതാണ്. ഇന്നലെ നമ്മൾ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം മന്ത്രി സജി ചെറിയാനോട് ചോദിച്ചപ്പോഴും റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാർ ഒരു ആശങ്കയുമില്ല, എന്തിന് ആശങ്കപ്പെടണം, പുറത്തുവിടാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. നിലവിൽ ഒരു നിയമവശമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. തിങ്കളാഴ്ചയാണ് രഞ്ജിനി നൽകി ഹർജി പരിഗണിക്കുന്നതിന് ശേഷം തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. ഈ വ്യക്തിപരമായ രേഖകൾ അല്ലെങ്കിൽ വ്യക്തിപരമായ വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്ത് വിടണം എന്ന് പറയുമ്പോൾ കൊടുത്തിട്ടുള്ള മൊഴി ആരും നിർബന്ധിച്ചായിരിക്കില്ല ഈ ഹർജിക്കാരി മൊഴി നൽകിയത്. അങ്ങനെയെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം നൽകിയ മൊഴി പുറത്തു വരുന്നതിൽ എന്തിനു ഭയക്കണം, എന്തുകൊണ്ട് ഈ തീരുമാനം എടുത്തു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആശങ്ക തുടരുന്നുണ്ട് അല്ലേ രാഹുൽ?
തീർച്ചയായും ഇത്തരത്തിൽ ഇത് റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിലൊക്കെയാണ് ഇത്തരത്തിൽ ഹർജികൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവരാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തികളും സംഘടനകളും ഇതേ സംശയം തന്നെയാണ് പുറത്തുവിടുന്നത്. കാരണം ഇത് പുറത്തുവിടാനാകുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇത് നിയമവ്യവഹാരത്തിലേക്ക് കൊണ്ടിട്ട് ഇത്രമാത്രം കുരുക്കിലേക്കിട്ട് അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഈ പറഞ്ഞതുപോലെ അതിന് വ്യക്തമായ മറുപടി സർക്കാർ നൽകിയിരിക്കുന്നത് 65 പേജോളം നീക്കം ചെയ്തത്. ഇപ്പോൾ 235 പേജ് മാത്രമുള്ള റിപ്പോർട്ടാണ് അതിനുള്ളത്. പിന്നീട് രഞ്ജിനി പറയുന്നത് മൊഴി നൽകിയത് വർഷങ്ങൾക്ക് മുൻപാണ്. ആ മൊഴി എത്തരത്തിലാണ് ആ റിപ്പോർട്ടിലുള്ളത്, അത് ഇനി രഞ്ജിനിയുടെ സ്വകാര്യതയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് വ്യക്തികളെ ഇപ്പോൾ ആ മൊഴിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വളരെയധികം കാത്തിരുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടായിരിക്കും അത് പഠിച്ച ശേഷം ഒരു കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യമാണ്. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ്, ആരൊക്കെയാണ് ഭയക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അത് വെളിച്ചം കാണുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്ക, അതൊരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു.